ആയോൾ ഇത് നമ്മൾ എടുക്കുന്നത് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ടാണ്. അതിൽ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ വേ ബൈ വിച്ച് ദ പാസേജ് ഓഫ് എയർ ഈസ് റെസ്ട്രിക്റ്റഡ് ആണ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്ലോസീവ്, സ്റ്റോപ്സ്, സ്റ്റോപ്പ് കോൺസണൻസ് 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, കംപ്ലീറ്റ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എയർ എസ്കേപ്പ് ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഫസ്റ്റ് ഓറൽ പാസേജ്, സെക്കൻഡ് നെയ്സൽ പാസേജ്. അപ്പോൾ ഓറൽ പാസേജ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി 2 ചുണ്ടുകൾ ഫേം കോൺടാക്റ്റിൽ വരും. അപ്പം എയറിന് വായിലൂടെ രക്ഷപ്പെടാൻ പറ്റൂല. അതുപോലെ നമ്മൾ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യും, അപ്പോൾ നെയ്സൽ പാസേജും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എയർ ഇങ്ങനെ കംപ്രസ് ചെയ്ത് നിൽക്കും. ആ എയർ പെട്ടെന്ന് ലോവർ ലിപ്പ് എന്ത് ചെയ്യും, അപ്പർ ലിപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും, ആ ഫേം കോൺടാക്ട് വിടും. അപ്പോൾ എന്ത് ചെയ്യും, എയർ ഭയങ്കര സൗണ്ടോട് കൂടി എസ്കേപ്പ് ചെയ്യും. അതിനെയാണ് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ് എന്ന് പറയാം. അതാണ് സ്ട്രക്ചർ. ഇത്രേ ഉള്ളൂ. അതിലിതാ നിങ്ങളുടെ ബുക്കിൽ കൊടുത്ത് പ്ലോസീവ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ടോട്ടൽ ക്ലോഷർ ഓഫ് ദ എയർ passing at the same point with the articulators come into firm contact with each other, the nasal cavity being blocked by the velum so that the air cannot escape through the nose. The release of the closure, the air escape with rapid small explosive noise as in the utterance of sounds like p, b, t, d, k. അപ്പോൾ 6 സൗണ്ട്സ് ആണ് പ്ലോസീവിന് എക്സാമ്പിൾ. ഓക്കെ, പ്ലോസീവിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്, ബ്, ട്, ഖ്. അപ്പം നിങ്ങൾക്ക് ഇതിലുള്ള പോലെ എഴുതണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഈസ് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ്. അങ്ങനെ പിന്നിട്ട് ഇതെന്താണ്, ദ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ലോവർ ലിപ്പ് കം ഇൻ ടു ഫേം കോൺടാക്ട് വിത്ത് ദ പാസീവ് upper lip. Their escape cannot escape through that oral passage. Then soft palate is lowered in order to shut the nasal passage, air compressed, and then lower lip suddenly removed from the upper lip and the air escape through the mouth. That is plosive sound. അതിൽ സൗണ്ട്സ് പ്, ബ്, ട്, ട്, ഖ്. അതിന് നമ്മൾ there are 3 pairs of plosives in English. First one bilabial plosive. ഏതൊക്കെ? പ്, ബ് അല്ലേ. alveolar plosive ട്, ട്. പിന്നെ velar plosive ഖ്. നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. bilabial plosive പ്, ബ്, alveolar plosive ട്, ട്, velar plosive ഖ്. In each of the above pair, the first one is voiceless and the second one is voiced. അത് ഓർത്ത് വെക്കണേ. പ്, ബിൽ പ് വോയിസ്ലെസ്സും ബ് വോയിസ്ഡും ആണ്. അതുപോലെ ട് വോയിസ്ലെസ്, ഡ് വോയിസ്ഡ്, ഖ് വോയിസ്ലെസ്, ഗ വോയിസ്ഡ്. പ്ലോസീവ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. ഇത് അങ്ങനെ ചോദിക്കാറ്. പക്ഷേ പ്ലോസീവ് എന്നുള്ളതിന് ഒരു എസ്സേക്കൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങളിത് മൊത്തം എഴുതേണ്ടി വരും കേട്ടോ. ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് പ്ലോഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ പ്ലോസീവ് കോൺസണന്റ് ഈസ് ഫോളോഡ് ബൈ അനദർ പ്ലോസീവ് ഓർ ആൻ ആഫ്രിക്കേറ്റ് സൗണ്ട് ഇൻ ദ സെയിം വേർഡ്. ഒരു വേർഡിൽ തന്നെ പ്ലോസീവ് സൗണ്ട് 2 എണ്ണം വരിക. അതുപോലെ ആഫ്രിക്കേറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, ആഫ്രിക്കേറ്റ് വരിക. അങ്ങനെ വരുമ്പോൾ ദ ഫസ്റ്റ് പ്ലോസീവ് ഈസ് നോട്ട് ഫുള്ളി പ്രൊനൗൺസ്ഡ്. ഫസ്റ്റ് പ്ലോസീവ് നമ്മൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞത് ആക്ട് പിക്ചർ. അതിൽ എന്തൊക്കെയാ? ആക്ട് പിക്ചർ, പ്, ബ്. അതിൽ ആക്ട് പിക്ചറിൽ ഫസ്റ്റ് വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നില്ല എന്ന്. സച്ച് പ്ലോസീവ്സ് ആർ കോൾഡ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്. ഒരു സൗണ്ടിൽ തന്നെ 2 പ്ലോസീവ് സൗണ്ട് വരെ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കേറ്റ് വന്നാൽ അതിൽ ഫസ്റ്റ് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യില്ല. അതിൽ എക്സാമ്പിൾ പറഞ്ഞത് ആക്ട് പിക്ചർ എന്നുള്ളത് ക്ക്, ആക്ട് പിക്ചർ അല്ലേ. അതിൽ എന്ത് ചെയ്യില്ല, ആ സൗണ്ട് ഫസ്റ്റ് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യില്ല. അതിനാണ് ഇൻകംപ്ലീറ്റ് പ്ലോഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നെയ്സൽ പ്ലോഷൻ ആണ്. The sequence of consisting of plosive immediately followed by a nasal sound, the plosive is not pronounced in a normal way. എന്നുവെച്ചാൽ ഒന്നിൽ ഈ സീക്വൻസ് ഓഫ് കൺസിസ്റ്റിംഗ് പ്ലോസീവ് കുറേ പ്ലോസീവ്സ് വരുമ്പം ഫോളോഡ് ബൈ നേസൽ സൗണ്ട് അതൊക്കെ അടുത്തതിൽ വരും, ആണ്. അപ്പോൾ ആ നേസൽ സൗണ്ട് വന്നാൽ പ്ലോസീവ്സ് നോട്ട് പ്രൊനൗൺസ്. The explosion produced while pronouncing such sequence is not formed by the air escaping through the mouth but through the nose. The kind of position is called nasal plosion. Example, p in sharpness and topmost. p ആണ് അതിൽ ഷാർപ്നെസ്സിലും ടോപ്പ് മോസ്റ്റിലും p എന്നുള്ളത് പ്രൊനൗൺസ്. ഇതാണ് എന്താണ് നേസൽ പ്ലോസീവ്. നേസൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയർ എസ്കേപ്പ് ചെയ്യാൻ മൂക്കിലൂടെയാവും. നെക്സ്റ്റ് ലാറ്ററൽ പ്ലോസീവ്. The lateral plosives occurs when t and d are followed by the lateral sound l. t ന്റെ
കഴിഞ്ഞിട്ട് ല് വരുമ്പോഴാണ്. ഇൻ മിഡിൽ ആൻഡ് ലിറ്റിൽ എന്ന് പറഞ്ഞ പോലെ മിഡിൽ ലിറ്റിൽ. ഇൻ സച്ച് കേസസ് പ്ലോഷൻ ഓഫ് ട് ആൻഡ് d ഈസ് ലാറ്ററൽ. That is, tip of the tongue raised toward the teeth ridge, remaining there escape through the both side of the tongue is lowered. In the other words, the plosive of t and d is lateral. When the tip of the tongue does not leave the teeth ridge at the center and the air escape through the sides of the tongue. ഇതിനെയാണ് lateral sound. Lateral sound നമ്മൾ പഠിച്ചുകൊണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ല് ആണ് അല്ലേ. നെക്സ്റ്റ് ഗ്ലോട്ടൽ പോർഷൻ. ഗ്ലോട്ടൽ സൗണ്ട് എച്ച് ആണെന്ന് നിങ്ങൾക്കറിയാം, ഹ് ആണ്. ദ ഗ്ലോട്ടൽ പോർഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻ്ററപ്ഷൻ ഓഫ് ദ എയർ പാസേജ് ബൈ ദ ക്ലോഷർ ഓഫ് ദ വോക്കൽ കോർഡ്സ്. ദ എയർ പ്രഷർ ബിലോ ഈസ് റിലീസ്ഡ് ബൈ ദ സഡൻ സെപ്പറേഷൻ ഓഫ് ദി വോക്കൽ കോർഡ്സ്. This is used as syllabic boundary mark by the native speakers of English as cooperate and react. This occurs when the initial sound is in the second syllable is a vowel. സിലബിൾ ഒരു വവൽ ആകുമ്പോഴാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് നമ്മൾ പഠിച്ചിട്ടുള്ള നേസൽ സൗണ്ട്, ലേറ്ററൽ സൗണ്ട്, അങ്ങനത്തെ അതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് ആഫ്രിക്കേറ്റ്സ്. ആഫ്രിക്കേറ്റ്സ് എന്ന് പറഞ്ഞു. ആഫ്രിക്കേറ്റ്സ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസ്. നേരത്തെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എയർ പാസേജ് ആയിട്ടുള്ള ഓറൽ ക്യാവിറ്റി, രണ്ട് ചുണ്ടുകൾ ഫെം കോർണറിൽ വരുമ്പോൾ അവിടെ ബ്ലോക്ക് ആവും. സോഫ്റ്റ് വാൾട്ട് റേസ് ചെയ്യുമ്പോൾ നേസൽ ക്യാവിറ്റിയും ബ്ലോക്ക് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ലോവർ ലിപ്പ് സ്ലോലി റിമൂവ്ഡ് ഫ്രം ദി അപ്പർ ലിപ്പ്, എയർ എസ്കേപ്പ് ത്രൂ ദി മൗത്ത്. അതിനെയാണ് ആഫ്രിക്കേറ്റ്സ് എന്ന് പറയട്ടെ. അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസാണ്. ഇനി നമ്മൾ ബുക്കിലൊന്ന് നോക്കാം. ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കേറ്റ്സ് ദർ ഈസ് എ കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് എയർ സ്ട്രീം. ബോത്ത് ഓറൽ ക്ലോഷർ ഈസ് വെരി സ്ലോ ആൻഡ് ദ റിലീസ് ഓഫ് ദ ക്ലോഷർ ഈസ് സ്ലോ. ഓഡിയബിൾ ഫിക്ഷൻ ഈസ് ഹേർഡ് ആസ് ch in chair, as j in jam. These are palato-alveolar fricatives. അതിൻ്റെ ആ ചീജ് എന്ന പാലറ്റോ അൽവേർ ഫ്രിക്കോറ്റീവ. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇല്ലേ, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ കറക്റ്റ് പഠിച്ചാൽ അത് നല്ല എളുപ്പമാണ്. ഇവിടെ പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ പാലറ്റോ അൽവേർ ഫ്രിക്കേറ്റീവ്സ്. ഡ്യൂറിങ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് ദീസ് സൗണ്ട്സ് ദെയർ ഇൻ പാസേജ് ഇൻ ദ mouth is completely closed by the tip and blade of the tongue coming into firm contact with alveolar ridge, teeth ridge. ഇവിടെ ആകുമ്പം ആഫ്രിക്കേറ്റ്സ് ആകുമ്പം എന്താണ് ടീത്ത് റിഡ്ജിലേക്കാണ് വരിക അല്ലേ, പാലറ്റോ അൽവേർ ആകുമ്പോൾ. അപ്പം ചുണ്ടുകൾ എന്നുള്ള അപ്പുറത്തേക്ക് ചുണ്ട് എന്ത് ചെയ്യും, ടീത്ത് റിഡ്ജിൻ്റെ അടുത്തേക്കാണ് വരിക. ടീത്ത് റിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, the air passed in the mouth is completely closed by the tip and the blade of the tongue coming into contact with the tongue with alveolar ridge and the rim of the tongue with its upper set of the teeth. The front of the tongue is also raised toward the hard palate. The soft palate is raised to shut off the nasal cavity. When the tip and the blade of the tongue are released from the teeth ridge, they are escape through the mouth slowly. Ch is voiceless and j is voiced. ഇത്രേ ഉള്ളൂ. നേരത്തെ ടു ലിപ്സ് പറഞ്ഞ പോലെ ലിപ്സ് എന്ത് ചെയ്യുന്നത് എന്താണ്, അൽവിയോലാർ ആയതുകൊണ്ട് എന്താണ് ഫേം കോണ്ടാക്ട് വിത്ത് ടീത്ത് റിഡ്ജ് ആണ്. അത്രേ ഉള്ളൂ. ടീത്ത് റിഡ്ജിലേക്ക് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ചി പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ടീത്ത് റിഡ്ജിലേക്ക് പോകുമ്പോൾ ഓറൽ പാസേജ് അവിടെ ബ്ലോക്ക് ചെയ്യും, നേസൽ പാസേജ് അങ്ങനെ സോഫ്റ്റ് വാൽറ്റ് റൈസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് സ്ലോലി എന്താണ് ടീത്ത് റിഡ്ജിൽ നിന്ന് ലോവർ ലിപ്പും കൂടെ പോരുമ്പോൾ എന്ത് ചെയ്യും, എയർ അതിലൂടെ എസ്കേപ്പ് ചെയ്യും. അതാണ് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി നിങ്ങളെ ബുക്കിൽ കൊടുത്ത അതേപോലെ തന്നെയാണ്. In the production of Africate there is a complete closure of S, but the oral closure is very slow and the release of the closure is slow. Audible fiction is heard as in ch and j. There is a palato-alveolar fricative. These are palato-alveolar fricative. During the articulation of these, the air passage in the mouth is completely closed and the tip and the blade of the tongue coming into contact with the tongue with the alveolar ridge and the air from the tongue with the upper teeth. ഇത്രയും കാര്യങ്ങളാണ് രണ്ട് സൗണ്ടുള്ള ആഫ്രിക്കേറ്റ്സിന് ഛ് ജി എന്നുള്ളത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പറയാൻ മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ പറയാനുള്ളത്. മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിൽ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചിരുന്നത് പ്ലോസീവ്സും ആഫ്രിക്കേറ്റ്സും.
പ്ലോസീവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസാണ്. ആഫ്രിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഭാഷയിൽ എഴുതുന്നതാണ്. ഓക്കെ, താങ്ക് യു.